കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റിലും UDF ജയിക്കുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കൊയിലാണ്ടിയിൽ 5 അക്ക ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്നും പ്രവീൺകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ 2 നിന്ന് 2 അക്കത്തിലേക്കെന്നാണ് നിങ്ങൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോഴെന്താണ് അവസാനം ഈ മണിക്കൂറിൽ പറയാൻ പറ്റുക? കോഴിക്കോട്ട് ഇത്തവണ UDF 13 ജയിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത്ര ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്. ആത്മവിശ്വാസമാണോ അമിതാത്മവിശ്വാസമാണോ? ആത്മവിശ്വാസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ ഏറ്റവും അഗ്രസീവായി പ്രവർത്തിച്ചൊരു ഇലക്ഷൻ. പക്ഷേ ഇത്തവണ നിയമസഭയെ തെരഞ്ഞെടുപ്പിൽ അവർ അത്ര അഗ്രസീവ് ആയിരുന്നില്ല. അതിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. CPM നേതൃത്വം നൽകുന്ന LDF ഏറ്റവും കൂടുതൽ അഗ്രസീവായി പ്രവർത്തിച്ച ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ 10 ലീഡാണ്. നോർത്തും ബേപ്പൂരും എലത്തൂരും മാത്രമാണ് പുറകിലും. പക്ഷേ നോർത്തിലും ബേപ്പൂരിലും എലത്തൂരിലും അതിലും വളരെ അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ട് തന്നെ 13 പുറകോട്ട് പോകേണ്ട പ്രശ്നമില്ല. 13 ജയിക്കും. താങ്കൾ കൊയിലാണ്ടി UDF സ്ഥാനാർത്ഥിയാണ്. കൊയിലാണ്ടിയുടെ മനസ്സെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥി 5 അക്ക ഭൂരിപക്ഷം ജയിക്കും. ഒരു സംശയവും വേണ്ടയില്ല. ഞാൻ ജയിക്കും അല്ല, ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്ന് പറഞ്ഞേക്കാൾ നല്ലത് UDF അല്ലേ ജയിക്കുന്നത്. എവിടെയൊക്കെയാണ് ഇത്രയൊരു മെജോറിറ്റി കിട്ടുക? എവിടെയാണ് മെജോറിറ്റി ഇല്ലാത്തത് കൊയിലാണ്ടിയിൽ? ഏതാ 2 മുനിസിപ്പാലിറ്റി 4 പഞ്ചായത്തിൽ എവിടെ ഞങ്ങൾ പുറത്ത് പോകാം? ഒരിടത്തും പുറത്ത് പോയില്ല. എല്ലായിടത്തും UDF ഉണ്ടാവും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, അതിലേറെ പ്രതീക്ഷയോടെ നമുക്ക് നാളെയും കാണാം. കഴിഞ്ഞിട്ട് നേരിട്ട് കാണാം. തീർച്ചയായിട്ടും കാണും. ഇതേ ആത്മവിശ്വാസവും ഇതേ പ്രതീക്ഷയും ഇതേ വികാരവും അന്നേരം ഉണ്ടാവും. കെ പ്രവീൺകുമാർ പറയുന്നത് 13 സീറ്റുകളും ജയിക്കുമെന്നാണ്. ഇത്രയാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. വലിയ ആത്മവിശ്വാസമാണ് കൊയിലാണ്ടിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പങ്കുവയ്ക്കുന്നത്. വേണുവിനൊപ്പം രാഹുൽ KB, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.